ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ബിനിയാണ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു കൊഞ്ചുതീയലാണ്. ചോറിനൊപ്പമൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കൊഞ്ചുതീയലാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുവരെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. ഒപ്പം തന്നെ തൊട്ടടുത്താണെന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി മറക്കാതെ ഒന്ന് എനേബിൾ ചെയ്തേക്കണം. അപ്പോൾ വേഗം തന്നെ നമുക്ക് നമ്മുടെ കൊഞ്ചുതീയൽ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. കൊഞ്ചുതീയൽ തയ്യാറാക്കുന്നതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു വലിയ തേങ്ങയുടെ അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ എടുക്കുന്ന സമയത്ത് ചെറുതായിട്ട് മിക്സിയിലൊന്ന് പൾസ് ചെയ്യുകയാണെങ്കിൽ വേഗം തന്നെ നമുക്ക് വറുത്തെടുക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ഇതിലേക്ക് കൊച്ചുള്ളിയാണ് ചേർക്കുന്നത്. ഒരു 3-4 കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെരിഞ്ജീരകം എന്തായാലും ചേർക്കണം, അത് സ്കിപ്പ് ചെയ്യരുത്. അതാണ് നമ്മളുടെ തീയലിന് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ തരുന്നത്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങ നമ്മൾ മൂപ്പിക്കുന്ന നേരത്ത് ഒരുപാട് തീ കൂട്ടിയിട്ട് ഒരിക്കലും മൂപ്പിക്കരുത്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് മൂപ്പിച്ചെടുക്കാനായിട്ട്. നല്ല രീതിയിൽ മൂത്ത് വരണം. കരിഞ്ഞു പോവാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ രീതിയിലാണ് ആലപ്പുഴയിൽ എൻ്റെ വീട്ടിൽ തീയൽ വെക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് കൊല്ലത്ത് വീട്ടിൽ വെക്കുന്നത്. ശരിക്കും എനിക്ക് ഈ തീയലിൻ്റെ ടേസ്റ്റാണ് ഒരുപാട് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. എനിക്ക് കൂടുതൽ ഇഷ്ടം ഈ തീയലാണ്. അപ്പോൾ നിങ്ങൾക്കൊപ്പം കൂടെ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ തേങ്ങയൊക്കെ ഇപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല രീതിയിൽ നല്ല ബ്രൗൺ കളറായിട്ട് വരണം. ഇതാണ് നമ്മളുടെ തേങ്ങയുടെ പരുവം. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതിൽ തന്നെ വെച്ചാൽ ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ചെറുതായിട്ട് ആ തേങ്ങയുടെ ചൂടൊക്കെ ഒന്ന് ആറി വരുമ്പോഴത്തേക്ക് നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരുപാടങ്ങ് ആറിയും പോകണ്ട, ഭയങ്കര വലിയ ചൂടിൽ നമുക്കിത് അരയ്ക്കേണ്ട. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഞാനിപ്പോൾ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വെള്ളം ഒന്നും ചേർക്കാതെ തന്നെയാണ് നല്ല രീതിയിൽ ഇത് അരച്ചെടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം നല്ല രീതിയിൽ നമുക്ക് ഇതുപോലെ ഇത് അരഞ്ഞ് കിട്ടണം. ഇനി നമുക്ക് നമ്മുടെ കൊഞ്ചുതീയൽ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ ഇവിടെ ഒഴിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കടുകാണ് ചേർക്കുന്നത്. അപ്പോൾ കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ക്യൂബ്സായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു വലിയ സവോളയാണ് ചേർക്കുന്നത്. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഒരു വലിയ ഉരുളക്കിഴങ്ങും ക്യൂബ്സായിട്ട് അരിഞ്ഞതാണ് ചേർക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് 2 മുരിങ്ങയ്ക്ക ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയതാണ് ചേർത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് കീറിയിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു 5 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് വഴറ്റിയ ശേഷം നമ്മൾ ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ചും കൂടാണ് ചേർക്കുന്നത്. 3/4 കിലോ കൊഞ്ചുണ്ട്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഒന്നും കൂടി എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമ്മൾ കുറച്ച് സമയം അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് മാത്രം മതിയാകും. അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്ക് നമ്മളിതിലേക്ക് ബാക്കിയുള്ള മസാലകളും കൂടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നമ്മളിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കൊഞ്ചിൻ്റെയൊക്കെ കളർ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് മസാലകളാണ് ചേർക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. ഒരുപാട് മല്ലിപ്പൊടി വേണ്ട. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നല്ല രീതിയിൽ ഒരു 5 മിനിറ്റ് നേരം ഇതെല്ലാം ചേർത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പം നമ്മുടെ മസാലകളെല്ലാം കൊഞ്ചിലൊക്കെ നന്നായിട്ടൊന്ന് പുരണ്ട് വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നേരം നമ്മളിങ്ങനെ നന്നായിട്ട് വഴറ്റി കൊടുത്തുകൊണ്ടേ ഇരുന്നു. ഇനി നമ്മൾ ഇതിലേക്ക് ചെറിയ ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. ഈ കൊഞ്ചൊന്ന് വെന്ത് കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് നമ്മൾ ചേർക്കുന്നത്. ചൂടുവെള്ളം തന്നെ ചേർക്കണം. അപ്പോൾ ചൂടുവെള്ളം കൂടെ ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മളൊരു കുറച്ച് നേരം ഇത് അടച്ചു വെക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പം നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ
കൊഞ്ചൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 വലിയ തക്കാളി ഞാൻ ഇതുപോലെ അരിഞ്ഞതാണ് ചേർക്കുന്നത്. ഞാൻ പുളിക്കായിട്ട് തക്കാളി മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ പുളി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോഴേ ചേർക്കേണ്ട ആവശ്യമില്ല, കുറച്ചും കൂടെ കഴിഞ്ഞ് ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ തക്കാളിയെല്ലാം നന്നായിട്ടൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തൊന്ന് ഉടഞ്ഞ് വരട്ടെ. അതുവരെ നമുക്കിത് അടച്ച് വെച്ച് വേവിച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ആ വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് നമ്മുടെ അരപ്പാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ അരപ്പ് ചേർത്തതിന് ശേഷം ഒരുപാട് നേരം നമ്മൾ വെച്ച് തിളപ്പിക്കുന്നില്ല. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടിയാണ് ചേർക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ തേങ്ങ വറക്കുന്ന നേരത്ത് കുറച്ച് ഉലുവ ഇട്ട് വറുത്തെടുത്താലും മതിയാകും. ഇപ്പോൾ കൊഞ്ചായതുകൊണ്ടാണ് ഇത്രയും ഉലുവാപ്പൊടി ഞാൻ ചേർക്കുന്നത്. ഇപ്പോൾ അമ്മ ചെയ്യുന്നത് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അമ്മ ചെയ്യുന്നത് പോലാണല്ലോ നമ്മളൊക്കെ കണ്ടുപഠിക്കുന്നത്. അപ്പോൾ അതിന് ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ആദ്യം തന്നെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പം ഞാൻ എന്തായാലും വിട്ടുപോയതുകൊണ്ടാണ് ഇപ്പോൾ ഉലുവാപ്പൊടി ചേർത്തേക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ. അതുവരെ നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ തീയൽ ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു പരുവത്തിൽ നമ്മൾ ഓഫ് ചെയ്യുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് ചാറില്ലാണ്ടായി പോകും. ഇനി ആ ചട്ടിയുടെയൊക്കെ ചൂടും എല്ലാം കൊണ്ട് ഈ തീയൽ നന്നായിട്ട് കുറുകി നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ ആയി വരും. അപ്പോൾ ഇതാണ് നമ്മുടെ കുറുകിയിരിക്കുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തീയൽ. ചോറിനൊപ്പവും പുട്ടിനൊപ്പവും ഒക്കെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. നല്ല അടിപൊളി തീയലാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ മറക്കാതെ അറിയിക്കുക. ഇന്നത്തെ നമ്മുടെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. ടേക്ക് കെയർ.